മറ്റേ ക്യാമറ എന്തി മേളിലിരിക്കുവാണോ അത്? പിന്നെന്തി? ആ ഇവിടെ അതല്ലേ കുത്തി വേണോ? കോട്ട് കയ്യിലില്ലേ? ആ പുതിയ മേടിച്ച കോട്ടെന്തി? ചോറൊക്കെ എടുത്ത് വെച്ചായിരുന്നോ? ഫോണെന്തി? ഇന്ന് രാവിലെ വെയിലൊക്കെയാണല്ലോ. നമ്മുടെ അവിടെ വെയിലെത്തുമ്പം കുറേ സമയമെടുക്കും. ഇവിടെയൊക്കെ ചെറുതായിട്ട് വെയിൽ തുടങ്ങി. എപ്പോഴാണ് മഴ വരുന്നതെന്ന് അറിയത്തില്ല. അല്ല അടിയായിരുന്നു വണ്ടി. ഇന്നലെ ഇവിടെ ഭയങ്കര മഴ, ഇന്നത് ഭയങ്കര വെയിൽ. കിട്ടിയോ ശാമ്പു നാരായണി നിന്റെ പിരി? എടി നിന്റെ പിരി പോയെടുത്താടി എന്റെയും പിരി പോയത്. നിന്റെ പിരി കിട്ടിയോ? പക്ഷെ തോന്നുന്നില്ല കണ്ടിട്ട്. ആൾക്കാരോർക്കും കമ്മലിന്റെ പിരിയാണ്. അല്ല, തലയുടെ പിരിയുടെ കാര്യമാണ് അവൾ ഉദ്ദേശിക്കുന്നത്. വത്സ സുന്ദരി
അമ്മ പോയിട്ട് വരട്ടെ. പുഴുങ്ങി വെച്ച പോലെ നല്ലത് ഉണ്ടാക്കാൻ പറ്റാന്നത് എന്ത് ശരി നമ്മ തൃപ്തിയായി. തിരുപ്പതി പോട്ടെ. ഞാൻ ശാംബവിയുടെ സ്കൂളിൽ പോവാം. ശാംബവിയുടെ സ്കൂളിൽ നിന്ന് എന്നൊരു ഫങ്ഷൻ ഉണ്ട്. എൻ്റെ പുതിയ കുട ഇങ്ങോട്ട് വരുമ്പോ അതൊക്കെ ഇവിടെ ശാംബവിയുടെ നാരായണയോട് പറഞ്ഞിട്ടുണ്ട്. അവളുണ്ടാക്കുവോ ഉണ്ടാക്കാതിരിക്കുവോ എന്താ വെള്ളം ചെയ്യും. നാരായണി വെള്ളം വന്നിട്ടുണ്ടേ, വെള്ളം വന്നിട്ടുണ്ട്. അലക്കാനിട്ടേക്കാവോ? അല്ലെന്നാ വെള്ളം വന്നിട്ടുണ്ട്, അലക്കാനിട്ടേക്കാൻ. അല്ല കലിപ്പ് കണ്ടിട്ട് ഞാൻ ഒന്ന് പോകുന്നുള്ളൂ. അലക്കാനിട്ടുവാ. പെട്ടെന്ന് വെള്ളം വന്നു, അതാ പറഞ്ഞത്. പിന്നെ അത് വെള്ളം പോവാണെങ്കിൽ ഓഫ് ചെയ്തേക്കണം. ഇവിടെ എന്തൊക്കെ പറഞ്ഞാലാന്നറിയോ, എന്നാലും കേൾക്കില്ല. കണ്ടോണം. വെള്ളം വന്നില്ലേ? വന്നു. അതെനിക്ക് ഇനി തോന്നിയതാണ്. സമയം പോയി. അല്ലെ തന്നെ ഇവിടെ നിന്ന് ഇറങ്ങാനുള്ള പരിപാടി പെട്ടെന്ന് നടക്കൂല. ഡോറടക്കാതെ പോകത്തില്ല. ഇറങ്ങിയോ. അതിലും വലിയ ആള്. കാല് കുത്താൻ സ്ഥലമില്ല. പിള്ളേരെ മൊത്തം സ്കൂളിൽ പഠിക്കുന്ന ഇവിടെ. ഒരു മോളുണ്ട്, പഠിക്കുന്നുണ്ട്. മുണ്ടൊക്കെ എന്തോ മനസ്സിലായി. എന്നാ പറഞ്ഞേ? MLA. ആ കൊച്ച എൻ്റെ മോള് പഠിക്കുന്നുണ്ട് ഇവിടെ. നല്ല മഴയാട്ടോ. അവിടെ നിറങ്ങിയപ്പോൾ ഒരു കുഴപ്പമില്ല, വെയിൽ. ഇപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇതേ മഴ. ദൈവമേ, വെള്ളം. വണ്ടി ഓടിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കുമായിരുന്നെങ്കിൽ ഈ സൈഡിൽ കൂടെ പോകുന്ന പാവപ്പെട്ട ഞങ്ങൾ
വെള്ളത്തിൽ കുളിച്ച് പോകാതെ രക്ഷപ്പെടാം. ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു സംരംഭമാണ്. ആരംഭിക്കുകയാണ്. ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്ന എല്ലാ വിശിഷ്ടാതിഥികളെയും നമുക്ക് കൈയടികളോടുകൂടി നമ്മുടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം. കാഞ്ഞിരപ്പള്ളിയുടെ അഭിനന്ദനായ MLA പ്രൊഫസർ റോണി കെ ബേബി, കാഞ്ഞിരപ്പള്ളി രൂപതയുടെ വികാരി ജനറൽ ശരി ബഹുമാനപ്പെട്ട സെബാസ്റ്റ്യൻ കൊല്ലകുന്നേലച്ചൻ, ഡോക്ടർ പ്രിജിത അലക്സ്, ഡോക്ടർ AG തൃശ്ശാക്കുട്ടി, ഫാദർ റോയി കാരിക്കാട്ട്, ഡോക്ടർ ജിനോ അരുഷി, ശ്രീമതി സുശീല കുര്യാട്ട്, ശ്രീ ടോമി ജോസ്, ഡോക്ടർ അഞ്ചു, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്നിവരെ ഏറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് ക്ഷണിക്കാം.
മനോഹരമായി പ്രയർ ഡാൻസരും അവതരിപ്പിച്ച നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികൾക്ക് ഒത്തിരി നന്ദി പറയുന്നു. കാഞ്ഞിരപ്പള്ളി രൂപത ആരംഭിച്ചതിന് ശേഷം തുടർന്ന് നമ്മുടെ യൂട്യൂബ് ചാനലിൻ്റെ ലോഗോയുടെ ലോഞ്ചിങ് ആണ്. നമ്മുടെ ബഹുമാനപ്പെട്ട റോയി കാരിക്കാട്ടച്ചൻ്റെ നേതൃത്വത്തിലുള്ള ടീമാണ് ഇതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെല്ലാം മുന്നിട്ട് നിന്ന് നടത്തിയത്. അച്ഛൻ്റെ നേതൃത്വത്തിലാണ് ഈ ലോഗോ ഡിസൈൻ ചെയ്തത്. ഇന്നിവിടെ ഇത് റിവീൽ ചെയ്യുവാനായിട്ടുള്ള സാഹചര്യം ഒരുക്കിയത്. ഏറെ സ്നേഹത്തോടു കൂടി റോയി അച്ഛനെ ഏറെ സ്നേഹത്തോടു കൂടി ലോഗോ ലോഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ക്ഷണിക്കുന്നു. കൊല്ലകുന്നരച്ഛനും കൂടെയുണ്ട്. നമ്മുടെ കുട്ടികൾ തന്നെ നിർമ്മിച്ച് നമ്മളിവിടെ തന്നെ ഫിറ്റ് ചെയ്യുന്ന രീതിയാണ്. അപ്പോൾ ഈ പവർ ടൂത്ത് ബ്രഷ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പ്രത്യേകിച്ച് എഫേർട്ട് ഒന്നും ഇടേണ്ട കാര്യമില്ല. നിങ്ങൾ മാതാപിതാക്കൾ മോണിറ്റർ ചെയ്യുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയും പറഞ്ഞു തരുവാണ്. രാവിലെ വൈകിട്ടും നമുക്കിത് വെച്ച് യൂസ് ചെയ്യാം. അതിൻ്റെ മുകളിൽ സ്വല്പം ടൂത്ത് പേസ്റ്റും കൂടെ യൂസ് ചെയ്യുക. എന്തുമാത്രം ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുന്ന ഒരു പീ സൈസ്ഡ് ഷേപ്പിൽ ഒരു ടൂത്ത് പേസ്റ്റ് യൂസ് ചെയ്യണം എന്ന് വെച്ചാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന പീസില്ലേ, പീസിൻ്റെ ഷേപ്പിൽ ഒരു സ്വല്പം പേസ്റ്റ് മാത്രം വെച്ചാൽ മതിയാകും. എന്നിട്ട് ഈ മുകളിലത്തെ ബട്ടൺ അമർത്തുക. അത് വെച്ച് എല്ലാ പല്ലുകളും, മക്കൾക്ക് എത്ര പല്ലുകളുണ്ടോ അതെല്ലാം ടച്ച് ചെയ്യുന്ന പോലെ, അതെല്ലാം കവർ ചെയ്യുന്ന പോലെ ആയിരിക്കും നമ്മൾ ബ്രഷ് ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മുടെ ബ്രഷിങ് തീർന്നു കഴിയുമ്പോൾ നമ്മൾ ഈ താഴത്തെ ബട്ടൺ ഓഫ് ആക്കി വെക്കണം. കാരണം ഇതൊരു ബാറ്ററി ഓപ്പറേറ്റഡ് ആയിട്ടുള്ള ടൂത്ത് ബ്രഷ് ആണ്. ഈ ബാറ്ററിയുടെ ലൈഫ് തീരുമ്പോൾ അത് ഡെഫിനറ്റ്ലി സ്റ്റോപ്പ് ആയി പോകും. പക്ഷെ എന്നാലും നമുക്കൊരു 5-8 മാസത്തോളം ഇതിന് യാതൊരു കുഴപ്പവും ഇല്ലാതെ യൂസ് ചെയ്യാം. ഇൻ കേസ് ഇപ്പം ഇത് ബാറ്ററി നമ്മൾ അറിയാതെ ഓഫ് ആക്കാതെ വല്ലതും പോയെങ്കിൽ, ബാറ്ററി എങ്ങാനും ഷെൽഫ് ലൈഫ് എങ്ങാനും പോയെങ്കിൽ സാരമില്ല. നമുക്കിവിടെ ഓപ്പൺ ആകാം. ഒരു സ്ക്രൂ ഡ്രൈവർ വെച്ച് ഇത് ഓപ്പൺ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു സാധാരണ ബാറ്ററി ഇത് തുറക്കുമ്പോൾ പഴയ ഒരു ബാറ്ററി എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ഒരെണ്ണം പുതിയത് മേടിച്ച് വെച്ചാൽ മതിയാവും. അപ്പൊ ഇതാണ് നമ്മൾ ഈ ബ്രഷ് എന്ന് മാറ്റണം ഡോക്ടറിന് ധാരാളം ആൾക്കാർ ചോദിക്കാറുണ്ട്. നമ്മുടെ ഈ ടൂത്ത് ബ്രഷിലുള്ള ഇതിന് പറയുന്ന ഈ ബ്രഷ് ചെയ്യുന്ന പ്രതലത്തിന് പറയുന്നതാണ് ബ്രിസിൽസ്. ഈ ഉള്ള നീല കളറിലുള്ള സാധനത്തിന് പറയുന്നതാണ് ബ്രിസിൽസ്. ആ ബ്രിസിൽസ് പോയി കഴിയുമ്പോൾ അതിനർത്ഥമായി ഈ ബ്രഷ് മാറ്റേണ്ട സമയമായി. അതുവരെ നിങ്ങൾക്ക് ഈ ബ്രഷ് തന്നെ യൂസ് ചെയ്യാം. അപ്പൊ ഡെയിലി ബ്രഷ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യം മാത്രം ഓർത്താൽ മതി. ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെ എന്നും ബ്രഷ് ചെയ്യിപ്പിക്കണം, രാവിലെയും വൈകിട്ടും. സ്വല്പം ഒരു പീ സൈസ് ഷേപ്പിൽ നമ്മൾ പേസ്റ്റ് എടുക്കുക, മുകളിലത്തെ ബട്ടൺ അമർത്തുക, എല്ലാ പല്ലിൻ്റെയും എല്ലാ വശങ്ങളും ഒന്ന് ടച്ച് ചെയ്യുന്ന പോലെ വേണം ബ്രഷിങ് നടത്താനായിട്ട്. എന്നിട്ട് കുരിഞ്ഞ് കഴിപ്പിച്ചിട്ട് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഈ സ്റ്റോപ്പ് ബട്ടണും കൂടെ അമർത്തി അത് എവിടെയെങ്കിലും ഡ്രൈ ആവാൻ വെക്കുക. നമ്മൾ ബാത്റൂമിലൊക്കെ യൂഷ്വലി ബ്രഷ് വെക്കുന്ന ഒരു ടെൻഡൻസി കാണാറുണ്ട്. പക്ഷെ അത് ആക്ച്വലി നമുക്ക് കൂടുതൽ ഹാനികരമാണ്. നമുക്കറിയാം ബാത്റൂം ഒക്കെ എന്ന് പറയുമ്പോഴത്തേനും കൂടുതൽ ബാക്ടീരിയയും
വൈറസും ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു സൺലൈറ്റ്, സൂര്യപ്രകാശം കിട്ടുന്ന ഒരു ഡ്രൈ ആയിട്ട് വെക്കാൻ കിട്ടുന്ന സ്ഥലത്ത് വേണം നമ്മുടെ ബ്രഷുകൾ പോലും സൂക്ഷിക്കാനായിട്ട്. ഇതാണ് നമ്മൾ യൂഷ്വലി ഒരു ബ്രഷിംഗ് ടെക്നിക്ക്, അല്ലെ ഈ ബ്രഷ് യൂസ് ചെയ്യേണ്ട രീതി. ഇനി ഇത് കൂടാതെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ, നിങ്ങൾക്ക് എന്തെങ്കിലും പല്ലിനും മോണസംബന്ധമായിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളോ ഉണ്ടെങ്കിൽ അച്ഛൻ ത്രൂവോ ഞങ്ങളെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഞങ്ങൾക്ക് ഏറ്റവും പറ്റുന്ന രീതിയിൽ നിങ്ങൾക്കുള്ള ട്രീറ്റ്മെൻറ്റും അതിൻ്റെ എല്ലാവിധ സർവീസസും തരുന്നതായിരിക്കും. സോ ഒന്നുകൂടെ ഞങ്ങളെ ഇത്രയും സ്നേഹത്തോടെയും ക്ഷണിക്കുകയും ഇവിടെ തന്ന ആദരണങ്ങൾക്കും സ്നേഹത്തിനും വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. നമ്മുടെ കുട്ടികൾക്ക് ബ്രഷ് വിതരണം ചെയ്തതിനു വേണ്ടി ഡോക്ടറിനെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഗവൺമെന്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതാണ് നമ്മൾ ടെക്നോളജിയുടെ കൊണ്ടുവരാൻ പോകുന്നത്. ഈ വർഷം ആദ്യമായിട്ട് ഈ കഴിഞ്ഞ വെക്കേഷനാണ് നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ വീടുകളിൽ കൊടുത്തുവിടുകയും ചെയ്തായിരുന്നു കുറച്ച് ഡിവൈസുകൾ എങ്ങനെയാണ് കുട്ടികൾ കൈകാര്യം ചെയ്യുന്നതെന്ന്. എല്ലാ പേരൻ്റിൽ നിന്ന് ഫീഡ്ബാക്ക് കിട്ടിയിരിക്കുന്നത് കുട്ടികൾ നന്നായി ഉപയോഗിക്കുന്നുണ്ടെന്നാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ശനി ഞായർ എന്നൊരു ദിവസം ഇല്ല, വെക്കേഷൻ ഇല്ല. എല്ലാ ദിവസവും എന്തെങ്കിലും ഒരു കണ്ടന്റ് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കും. അവർക്ക് ടീച്ചർമാർക്കാണെങ്കിലും വീട്ടിൽ ഇരുന്ന് മൊബൈലിൽ നിന്ന് പുഷ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്കും അറിയാൻ പറ്റും. ആ ഒരു രീതിയിലേക്ക് അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പേരൻറ് മീറ്റിങ്ങിൽ നമ്മുടെ വേറെ ഒരു മീറ്റിംഗ് കൂടുന്നതായിരിക്കും. അന്ന് ഇതിനെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അപ്പം ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ ടെക്നോളജി ഇന്ത്യയിൽ കൊണ്ടുവന്ന നമ്മുടെ ഈ സ്കൂളിൽ നിന്നാണ്. ഇപ്പം പാൻ ഇന്ത്യയിലുണ്ട്. സാറ് പറഞ്ഞ പോലെ സതീഷ് സാറിന് ഞാനൊരു മെസ്സേജും കൊടുത്തിട്ടുണ്ട്. അപ്പം അച്ഛനെയും കൂട്ടിക്കൊണ്ട് തന്നെയാണ് നമ്മൾ CM കാണാൻ പോകുന്നത്. ചിലപ്പോൾ എല്ലാ സ്കൂളിലേക്കും ഒരു തുടക്കവും നമ്മൾ തന്നെ ചെയ്യും കേരളത്തിൽ. ഏതായാലും എല്ലാത്തിനും നന്ദി, നമസ്കാരം. ഏറെ സ്നേഹത്തോടെ ഡോക്ടർ ജിനോന് നന്ദി പറയുന്നു. തുടർന്ന് ആശംസകൾ അർപ്പിക്കുവാനായി ഡോക്ടർ AP ത്രസ്യാക്കുട്ടി, നമ്മുടെ ഈ സ്പെഷ്യൽ സ്കൂൾ മേഖലയിലെ സീനിയർ കൺസൾട്ടൻ്റ് ആയിട്ടുള്ള ഡോക്ടർ AP ത്രസ്യാക്കുട്ടിയെ ക്ഷണിക്കുന്നു. ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് സജഷൻസ്, ക്ലാസ് ആയിട്ടൊന്നുമല്ല, നമുക്ക് ജസ്റ്റ് ഒരു ഇന്ററാക്റ്റീവ് സെക്ഷൻ പോലെ നമ്മൾക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങളോട് സംവദിക്കാനും, അതോടൊപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കൺഫ്യൂഷൻസോ ഉണ്ടെങ്കിൽ അത് ദൂരീകരിക്കാം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. നമുക്കറിയാം, ഗവൺമെന്റ് തലത്തിൽ തന്നെ ഏറ്റവും സൗജന്യമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പല പ്രൊജക്ടുകളിൽ ഒന്നാണ് സീതാലയം പ്രൊജക്ട്. സീതാലയം മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്ത്രീകളെയും അതോടൊപ്പം തന്നെ മാനസികാരോഗ്യം എന്നുള്ള നിലയിലും കൂടിയാണ്. നമുക്കറിയാം, നമ്മൾ പലപ്പോഴും പട്ട് സ്കൂളുകളിലും സ്പെഷ്യൽ സ്കൂളുകളിലും ഞങ്ങൾക്ക് പ്രാപ്തി എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ കാണുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പം അവരോട് സംസാരിക്കുമ്പോൾ അവരെപ്പോഴും കൺസേൺഡ് ആയിരിക്കുന്നത് കുഞ്ഞുങ്ങളെ കുറിച്ചാണ്. അവരെങ്ങനെ ഓക്കെ ആക്കാം, അവരുടെ ഒരു ആരോഗ്യം കൂടുതൽ എങ്ങനെ പരിപാലിക്കാം എന്നുള്ളതിനെ കുറിച്ച്. അപ്പൊ നമ്മൾ എപ്പോഴും നമ്മളോട് ഈ പ്രാപ്തി എന്ന് പറയുന്നത് തന്നെ നമ്മൾ ഉദ്ദേശിച്ച കെയർ ഫോർ കെയർ ഗീവേഴ്സ് എന്നുള്ളതായിരുന്നു. അതായത് നമ്മൾ എത്ര ആരോഗ്യത്തോടെ ഇരിക്കുന്നു, നമ്മുടെ കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്ന നമ്മൾ ഓരോരുത്തരും എത്ര ആരോഗ്യത്തോടെ ഇരിക്കുന്നു, അത്രയും നന്നായി നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെ കരുതാൻ പറ്റും. അത് ശാരീരികമായിട്ട് മാത്രമല്ല, അല്ലേ? ആരോടെങ്കിലും തുറന്ന് സംസാരിക്കും. അല്ലെങ്കിൽ എന്താ ചെയ്യാ, ഒന്നില്ലെങ്കിൽ വീട്ടിൽ തീർക്കും പ്രഷറൊക്കെ, ഒന്നില്ലെങ്കിൽ കുട്ടികളുടെ മേലായിരിക്കും, അല്ലെങ്കിൽ ഹസ്ബൻഡ് വൈഫിന്റെ മേലായിരിക്കും, വൈഫ് ഹസ്ബൻഡിന്റെ മേലായിരിക്കും, അല്ലെ? പല രീതിയിൽ സമ്മർദ്ദങ്ങൾ അനുഭവിക്കുന്നുണ്ട് നമ്മളെല്ലാവരും. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഇത് വിചാരിക്കണം, ശാരീരികാരോഗ്യം പോലെ തന്നെ എന്ത് വേണം, മാനസികാരോഗ്യം നമ്മൾ പ്രാധാന്യം കൊടുക്കുന്ന ഒന്നാണ്. അപ്പൊ നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സ്ട്രെസ്, മലയാളത്തിൽ പറയുമ്പോൾ സമ്മർദ്ദം, കേട്ടിട്ടില്ലേ? എല്ലാവർക്കും സമ്മർദ്ദമുള്ള മനുഷ്യന്മാർ തന്നെയാണ്. ഡെയിലി ലൈഫിൽ നമ്മളെല്ലാവരും എന്താ ഓരോരോ സമ്മർദ്ദത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അല്ലെ? ജോലിപരമായ പ്രശ്നങ്ങളായിരിക്കാം, സ്കൂളിലുള്ള കുട്ടികളുടെ പ്രശ്നങ്ങളായിരിക്കാം, അതുപോലെ തന്നെ എന്താ വീട്ടിലെ അമ്മമാര് മാതാപിതാക്കൾ എല്ലാവരും കിട്ടും, പേരൻസ് മൊത്തം എന്താ ഓരോ രീതിയിൽ സമ്മർദ്ദം അനുഭവപ്പെടുന്നതാണ്. പക്ഷെ അതൊക്കെ നമ്മളെന്താ മെല്ലെ ഓവർകം ചെയ്തിട്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അത് ഓവർകം ചെയ്യാൻ പറ്റാത്തവരുമുണ്ട്, നിത്യജീവിതത്തിൽ മൊത്തത്തിൽ എന്നും സമ്മർദ്ദത്തിലൂടെ ജീവിക്കുന്നവർ. പക്ഷെ അങ്ങനെയുള്ളവർ നമ്മളെ ശ്രദ്ധിക്കണ്ടേ? അല്ലെങ്കിൽ നമുക്ക് ആരോഗ്യം മുന്നോട്ട് പോകുള്ളൂ. പക്ഷെ അതൊന്നും നമ്മൾ നോക്കാതെ പല അസുഖങ്ങളിലേക്കും
അങ്ങനെ ഇന്നത്തെ പ്രോഗ്രാം കഴിഞ്ഞു, വളരെ ഭംഗിയായിട്ട് തീർന്നു. പിന്നെ എന്താ പറയുക, ഇവിടുത്തെ എന്തോ ഒരു ചാർജ് എന്തിലും ഒരു അംഗമാക്കിയിട്ടുണ്ട്. എന്തിനാന്ന് ചോദിച്ചാൽ മദർ പി ടി എയുടെ ആണോ അതോ എന്തിൻ്റെയോ ഒരു അംഗമാക്കിയിട്ടുണ്ട് എന്നെ. പിന്നെ 13 പേരെ തിരഞ്ഞെടുത്തായിരുന്നു സ്കൂളിലെ, പിന്നെ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ്. അതിൽ ഒരാൾ ജയപ്രഭ അരുൺ ആണ്. സാധാരണ ഇങ്ങനെ ഓരോ പി ടി ഐയുടെ മെമ്പറാക്കാനും നാരായണൻ്റെയൊക്കെ സ്കൂളിൽ നിന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒഴിഞ്ഞു മാറും. എന്നെക്കൊണ്ട് പറ്റില്ല, കാരണം എവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നൊരു സ്വഭാവം എനിക്ക് പണ്ടുതൊട്ടുണ്ട്. പണ്ടുതൊട്ടെന്ന് പറയാൻ പറ്റില്ല, ഇടയ്ക്കൊക്കെ ആക്റ്റീവ് ആയിരുന്നു. പിന്നെ അങ്ങോട്ട് ആപ്പാടെ ഡൗണായി. പിന്നെ അവിടെ നിന്ന് എന്തായാലും ഓരോ ചുമതലകൾ ഏൽപ്പിക്കുന്നുണ്ട്. വളരെ ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ കുഞ്ഞുങ്ങളുടെ കാര്യമല്ലേ, അപ്പം നമ്മൾ ചെയ്യണമല്ലോ, അതല്ലേ അതിൻ്റെ ശരി. സമയം എത്രയും 2:18 9:30 അപ്പോൾ 9:45 വന്നാ. എൻ്റെ കൃഷ്ണ, എൻ്റെ ഗുരുവായൂരപ്പ. എനിക്കിനിയിപ്പോൾ എന്തും പറയാമല്ലോ. ഓക്കെ, പാർക്ക്, നമ്മുടെ കുട്ടികളുടെ പാർക്ക്. മഴയായതുകൊണ്ട് ആപ്പടെ ഒരു ഇതായിട്ട് കിടപ്പുണ്ട്. മഴയായതുകൊണ്ട് ഇറക്കുന്നില്ലായിരിക്കുമല്ലോ കുഞ്ഞുങ്ങളെ. നല്ല തലവേദന ഉണ്ട് കേട്ടോ. ശാമ്പവിയുടെയായിട്ട് ഇച്ചിരി മടി കാണിക്കുന്നുണ്ട് വരുന്ന കാര്യത്തിൽ. എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ ബസ്സൊക്കെ കയറിയുള്ള വരവ് ഒക്കെ കലിപ്പായിട്ടാണോന്ന് അറിയത്തില്ല. കാരണം ഇവിടെ നിന്നൊരു 3:45 കഴിഞ്ഞാൽ വിട്ട് ഒരു 4 മണിയൊക്കെ അതിനൊക്കെ ഇടയ്ക്കാണ് ഇവിടുന്ന് ബസ്സ് കയറിയ കഴിഞ്ഞാൽ അവിടെ വരുമ്പോൾ 6 മണി കഴിയും, 6:10 ഒക്കെ ആവുമല്ലോ. അടുത്തിട്ടാണോ എന്താണോന്ന് അറിയത്തില്ല. അല്ല, ഇവിടെ വരുന്നതിന് കുഴപ്പമൊന്നുമില്ല, ക്ലാസ്സിലൊക്കെ ഇരുന്നോളുമായിരിക്കും. പിന്നെ TV ഒരു കാരണമാണ്, TV കാണണം, അതാണ്. ഇതിൻ്റെ തട്ടുകട. എന്തായാലും അവിടെ നിന്ന് ഇറങ്ങി ഇനി പ്രിയദർശിനി കിട്ടുമോ എന്ന് നോക്കട്ടെ. കിട്ടുവാണെങ്കിൽ അതിന് പോവാം. ആക്സിഡൻ്റാന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ പൊന്നെ, ഇതാരാ?
ഒരു പെങ്കൊച്ചാണ്, അതിന് സ്കൂട്ടറാണെന്ന് തോന്നുന്നു. KSRTC എന്തോ അടിച്ചേ? അമ്പൂരേക്കല്ലേ? പിന്നെ ഉള്ളി കിലോയ്ക്ക് എത്ര? ഒന്ന് മതി. ശർക്കര 400. 400. നല്ല പൊക്കമുള്ള ഒരാൾ വന്നാൽ തല മുട്ടണം. ഒരു പുള്ളി ഇങ്ങനെ കുടിക്കാൻ കയറുന്നത് തല മുട്ടും. ഒന്നും ഞാൻ മേടിച്ചില്ല. ഇത് പിടിച്ചടി, ഇത് പിടിച്ചേ. ഹലോ, ആ കട ഇട്ടിട്ട് അവിടെ പോയതായിരുന്നു. ഞാൻ ആദ്യം വിളിച്ച എന്നാന്ന് വെച്ചാൽ ഇച്ചിരി മാങ്ങ എടുത്ത് വെക്കാവോ എന്ന് ചോദിക്കാൻ വേണ്ടി വിളിച്ച. അത് അവിടെ നിന്നിട്ടും ആളില്ല. അവനിങ്ങനെ പോകുന്നു. പിന്നില്ലേ ഇന്നത്തെ പണി കഴിഞ്ഞ് വേണ്ട.
ആ ആ ആ ഇതെല്ലാം ഇവിടെ ഉണ്ടായിരുന്നല്ലോ അതെല്ലാം പറിച്ചെന്ന് തോന്നുന്നു. ആ അവര് മൊത്തം പറിക്കത്തില്ല, ആ കുറഞ്ഞ 2 കിലോ. ഓക്കെ. ആ അങ്ങോട്ടാ. ഓ എന്നാ മീര ഇവിടെ ഉണ്ട്, അപ്പോൾ ഒന്ന് കണ്ടിട്ട് പോയേക്കാം. എപ്പോഴാണ് ഇറങ്ങുന്നത്? ഒരു ഹെയർ വാഷ് 6:30 കഴിഞ്ഞു. 6:30 ആയി അല്ലേ? എന്നും എപ്പോഴാണ് പോകുന്നത്? ആ ഞാൻ ഒരുമിച്ച് പോകാൻ ഓർത്തുണ്ടായിരുന്നു.
കുറ്റാക്കൂലി ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ലൈറ്റ് വെക്കും. വെളിയിൽ നിൽക്കുമ്പം കത്തുകയല്ല, അതിൻ്റെ സെൻസർ ഇപ്പുറത്താണ്. എന്നാ എല്ലാം കൂടെ ഓടി വരുന്നേ? അമ്മയോ? തലവേനയോ? ആർക്ക്? ഞാൻ തെറി പറയാതിരിക്കാനോ? അവിടെ കണ്ട് സാധനം കണ്ട് മറന്നിട്ട് വന്നില്ലേ? നിനക്ക് എന്നടി വേണ്ട ഞാൻ പോയി? ഒന്നുമില്ല. ഇല്ല, മുള്ളമ്പഴം ഉണ്ട്, വേണോ? മുള്ളമ്പഴം, റംബൂട്ടാൻ. വേറൊന്നുമില്ല. വേറൊന്നും മേടിച്ചില്ലടി. മുറൊന്നും വേണ്ടേ? പോയാടി. നല്ല മുറ. ചായ വേണോ? ചായ വേണം, തരാവോ? എനിക്ക് നിനക്ക് തന്നില്ലേ? പിന്നെ ഒരു ഗ്ലാസ് കുടിച്ചാൽ പോരെ. ജയ ഇല്ലല്ലോ ഇന്ന്.